ഹലോ നമസ്കാരം എൻ്റെ പേര് എറിൻ ലിസ് ജോൺ ആണ് ആൻഡ് ഞാൻ ഈ വർഷത്തെ മിസ് കേരള 2020 ടൈറ്റിൽ വിന്നറാണ്. ഞാൻ കൊച്ചിയിലാണ് സെറ്റിൽഡ് ആൻഡ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 3rd ഇയർ സ്റ്റുഡൻ്റ് ആണ്. Both my parents doctors ആണ് ആൻഡ് എനിക്കൊരു ചേട്ടനുണ്ട് who's also a doctor. എൻ്റെ parents army officers ആയിരുന്നു. So I was born and brought up in North India and കേരളത്തിൽ സെറ്റിൽ ആയിട്ട് കുറച്ച് വർഷമായിട്ടുള്ളൂ. ഇത് ആക്ച്വലി എൻ്റെ ഫസ്റ്റ് പേഷ്യൻ്റ് ആണ്. ഒരു November 1st week ആയിരുന്നു when my mother came to me saying impresario ഒരു completely ഒരു virtual pageant നടത്തുന്നുണ്ട്, why don't you participate? All the previous pageants ഞാൻ ഇങ്ങനെ TV നോക്കിയിട്ടാണ് കണ്ടേ ആൻഡ് ഇത് ഫസ്റ്റ് ടൈം വെർച്വൽ ആയിരുന്നപ്പോൾ I did not know how to face it. ഒരു ഓഡിഷൻസ് 2 phase ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈച്ച് ഫേസിൽ കുറേ ഇങ്ങനെ ടാസ്ക് ഇങ്ങനെ കിട്ടി ആൻഡ് വി ഹാഡ് ടു ഡു ദോസ് ആൻഡ് സെൻഡ് ഇറ്റ് ടു ദം. ഫൈനൽ റൗണ്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു, മീൻസ് ഈ ലോക്ക്ഡൗൺ ടൈമിൽ വാട്ട് ഇഫക്റ്റ് ഹാസ് ഇറ്റ് ഹാഡ് ഓൺ റിലേഷൻഷിപ്സ്, സ്ട്രോങ് ആയിട്ടുണ്ടോ വീക്ക് ആയിട്ടുണ്ടോ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഞാൻ ആൻസർ ചെയ്തത് ഫാമിലി ബോണ്ട് സ്ട്രോങ് ആയിട്ടുണ്ട്. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഫാമിലിക്ക് ടൈം കിട്ടിയിട്ടുണ്ട്, ടു സ്പെൻഡ് വിത്ത് ഈച്ച് അതർ. ബട്ട് മോർ ദാൻ ദാറ്റ് നമുക്ക് നമ്മുടെ ഇന്നർ സെൽഫിൻ്റെ കൂടെ ടൈം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ്, നമുക്ക് എന്താ ചെയ്യാൻ ആഗ്രഹം, നമ്മുടെ ഡ്രീംസ് എന്താണ് ആൻഡ് നമ്മളെ സ്ട്രെങ്ത്സും വീക്ക്നെസ്സും ഒക്കെ എന്താണ് മനസ്സിലാക്കുന്ന ഒരു സമയം കിട്ടി. ആൻഡ് സോ ദ റിലേഷൻഷിപ്സ് വിത്ത് അവർ സെൽവ്സ് അതാണ് സ്ട്രോങ് ആയത്. മൈ ഫാദർ കുറച്ച് പ്രിൻസിപ്പിൾസ് he used to teach me. One of them was that when you work അതിൻ്റെ റിസൾട്ട് അല്ല ചിന്തിക്കേണ്ടത്, എത്ര എഫേർട്ട് ഇടുന്നുണ്ട് അതാണ് ചിന്തിക്കേണ്ടത്. സോ ഞാൻ ഇങ്ങനെ I just went with the flow. Top 100 കയറി, top 50 കയറി, top 11 കയറി. And when they announced my name I think I was blank. ശരിക്കും is it true? Is it real? ഈ ക്രൗൺ ജയിക്കുമ്പോൾ rather than saying that this crown ഒരു ഗ്ലാം ലൈഫ് കൊടുക്കും, I just wanted to show that ഒരു കമ്പാഷനേറ്റ് ഹാർട്ട് വെച്ചിട്ട് we can also hold that crown. ആ ക്രൗൺ തരുന്ന റെസ്പോൺസിബിലിറ്റി വെച്ചിട്ട് we can change people, empower people, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ആക്ച്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ബൈ ബീയിങ് ഇൻ ദ മെഡിക്കൽ ഫീൽഡ് you wish to you learn and you wish to serve people. And when I bring about change, when I talk about change, we have seen a lot of issues and social issues, medical related issues, where people who are deserving and who are in need of various facilities aren't able to. And as a doctor എൻ്റെ ഒരു ഡ്രീമാണ് ആ ഹെൽത്ത് കെയർ ഫാസിലിറ്റീസ് അവരെ എത്തിക്കാനാണ് എൻ്റെ മെയിൻ ഒരു ആഗ്രഹം ആൻഡ് അവരെ സെർവ് ചെയ്യാനാണ് എൻ്റെ ഒരാഗ്രഹം. കൊറോണ സഡനായിട്ട് വന്നതാണ്. വൺ തിങ് അബൌട്ട് കേരള ഇസ് ദാറ്റ് അവർ പ്രയറായിട്ട് റെഡി ആയിരുന്നു ടു ഫേസ് വാട്ട് വാസ് ഗോയിങ് ടു കം. ആൻഡ് അതാണ് ശരിക്കും ദ ബെസ്റ്റ് പാർട്ട് അബൌട്ട് ആ സ്റ്റേറ്റ്. ആൻഡ് ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എല്ലാം ഹാൻഡിൽ ചെയ്തത്. എവറിതിങ് വാസ് ടേക്കൻ കെയർ ഓഫ്. ആൾക്കാർ തന്നെ ഇത് എല്ലാ റെസ്പോൺസിബിലിറ്റീസ് എടുക്കുന്നുണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് എവറി വൺസ് ഹെൽത്തി ആൻഡ് സ്പ്രെഡ് കുറവാണ്. ആൻഡ് മാക്സിമം നമ്പർ ഓഫ് കേസസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾസോ എ സൈൻ ദാറ്റ് വി ആർ ടെസ്റ്റിംഗ് ബെറ്റർ. നമ്മളുടെ ടെസ്റ്റിംഗ് ഒക്കെ ബെറ്റർ ആണ്. എനിക്ക് ആക്ടിങ്ങിൽ പ്രയർ എക്സ്പീരിയൻസ് ഇല്ല. ബട്ട് ഇഫ് അറ്റ് ഓൾ ഐ എവർ കം അക്രോസ് എ സ്റ്റോറി ഓർ എ പ്ലോട്ട് or write a script that എനിക്ക് മാച്ച് ആവുന്ന സ്ക്രിപ്റ്റ് ഒരു if at all എനിക്ക് കിട്ടിയാൽ I'll be happy to try it. ടിപ്സ് ചോദിച്ചാൽ I think ബെസ്റ്റ് ആണ് ഒരു ഹെൽത്തി സ്ലീപ്പ് സൈക്കിൾ. മീൻസ് ഒരു പ്രോപ്പർ 7 hours ഉറങ്ങിയാൽ you wake up very fresh
you have to be very confident in yourself. ഒരു ഹാപ്പി മൈൻഡ് ആണെങ്കിൽ അത് ഫേസിൽ നല്ല ബ്രൈറ്റ് ആയിട്ട് കാണിക്കും. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ദ റെസിപ്പീസ് ഫ്രം ഹോം ആണ്. ലൈക്ക് കടലമാവും ടൊമാറ്റോസ് പപ്പായ അത് പറ്റുകയാണെങ്കിൽ കുറച്ച് ഫേസിലിങ്ങനെ അപ്ലൈ ചെയ്യും. One thing you must all remember is you don't have a time limit or an age limit. When your genuine dream aambo, you can take your time. And one main thing is to not give up. If it's something like sherikkulla agra undengil, don't give up. Restrictions undavum, it will be there. No dream is achieved easily. But you must realize, once you overcome that dream, our satisfaction is beyond words. The happiness you get, it cannot be explained. It can only be felt. So believe in yourself.